നമസ്കാരം. മീഡിയ മാർക്കറ്റിംഗിൽ ആദ്യമായിട്ടാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ കൂടുതലും പ്രോമിസിംഗ് ആയിട്ടുള്ള സംവിധായകരോ ടെക്നീഷ്യൻസോ അഭിനേതാക്കളോ ഉള്ള സിനിമകളാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട അതുപോലെ ചെറിയൊരു ആസ്വാദനം പങ്കുവയ്ക്കാറുണ്ട്. അല്ലാതെ ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും കണക്കാക്കരുത് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട സിനിമകളും സീരീസും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ചെറിയൊരു ശ്രമം. മീഡിയ മാർക്കറ്റിംഗിൽ സാധാരണ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കോൺവെർസേഷൻസും കൂടുതൽ കഴിവുറ്റ അഭിനേതാക്കളും ടെക്നീഷ്യൻസും ഓൺട്രപ്രനേഴ്സും ഒക്കെ ആണ് ഇതിൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ മസ്തിഷ്കമരണത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം താരങ്ങളെ മുൻനിർത്തിയല്ല ഈ സിനിമയുടെ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അത്രയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ഉണ്ട് താനും. ഇൻഡിവിജ്വലി ഓരോരുത്തരും പുതുമുഖങ്ങളല്ല. അത് ചിലരൊക്കെ സംവിധായകൻ കൃഷ്ണന്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് പങ്കിട്ടിട്ടുള്ള ഒരു അസാധ്യ സിനിമയാണിത്. അതിൽ സിനിമയിൽ എപ്പോഴും പറയുന്നുണ്ട് മർഡർ ഇൻസൈഡ് എ മെമ്മറി ഗെയിം എന്ന്. അതാണ് മസ്തിഷ്കമരണം. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മാത്രമല്ല. മസ്തിഷ്കമരണം ത്രൂ ഔട്ട് മിസ്റ്ററി നിലനിർത്തുന്ന ഹ്യൂമറുള്ള ഒരുപാട് ഗാനങ്ങളുള്ള നല്ല ഗാനങ്ങളുള്ള സവിശേഷമായിട്ടുള്ള മ്യൂസിക്കിനൊപ്പം സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് രംഗങ്ങളുള്ള ആദ്യം തുടങ്ങി അവസാനം വരെ സോഷ്യൽ സെറ്റയർ നിലനിർത്തുന്ന, പ്രത്യേകിച്ച് റെഡ് ബഡ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. 2046 ഈ കഥയുടെ ഒരു സംഭവം. എന്നാൽ ഇന്നത്തെ ജീവിത പശ്ചാത്തലവും മീഡിയ പ്രതിഫലനങ്ങളും അതിൻ്റെ റിഫ്ലക്ഷൻസൊക്കെ ഇതിൽ റിലേറ്റബിൾ ആയിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ നല്ലപോലെ രസിപ്പിക്കുന്നുണ്ട്. മീഡിയ മാർക്കറ്റിംഗ് സംഭാഷണത്തിൽ തന്നെ പ്രീ റിലീസ് ക്യാമ്പയിനെ പറ്റി ചോദിക്കുമ്പോൾ സംവിധായകൻ കൃഷ്ണന്ത് പറയുന്നുണ്ട് അതൊന്നും സിനിമയായിട്ട് വേർതിരിച്ച് കാണാൻ പറ്റില്ല എന്ന്. അതായത് പലതരം ഓഡിയൻസ് പെർസ്പെക്റ്റീവ് കൂടി ഉൾക്കൊള്ളുന്ന ഒന്നിൽ കൂടെയാണ് സിനിമയുടെ അവതരണം എന്ന് പറയുന്നുണ്ട്. സിനിമയുടെ പേര് മസ്തിഷ്കമരണം, എ ഫ്രാങ്കൻബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ് എന്നാണ്. ഫ്രാങ്കൻബൈറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു വീഡിയോ എഡിറ്റിംഗ് ടെക്നിക്കാണെന്നാണ് പറയുന്നത്. അതായത് കോമൺ ഇൻ റിയാലിറ്റി ടി വി ആൻഡ് ഡോക്യുമെൻ്ററീസ് ദാറ്റ് സ്റ്റിച്ചസ് ടുഗദർ ഓഡിയോ സ്നിപ്പറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് അൺറിലേറ്റഡ് takes or conversations to form a single cohesive but manufactured dialogue line എന്നാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. പിന്നെ കുറച്ചൊരു സെക്ഷൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇതിലത്തെ പ്രമേയവും ഡയലോഗ്സും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു 15 താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോകാതെ അതിനു മേലെയുള്ള എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. സോ പ്ലീസ് ഡു വാച്ച് മസ്തിഷ്കമരണം. എന്നെ രക്ഷിക്കണം. സിനിമയുടെ ഏറ്റവും രസകരമായിട്ടുള്ള ഹൈലൈറ്റ് അതിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഒടുവിൽ കളങ്കാവലിന് ശേഷം രജിഷ വീണ്ടും ഞെട്ടിച്ചു തന്നെ പറയാം. സ്ക്രീനിൽ ഒരേ സമയം 2 രജിഷമാരെ കാണുന്ന രംഗമൊക്കെ ഒരു പ്രത്യേക അനുഭവം. ഒരേ കഥാപാത്രം തന്നെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നൊരു പ്രത്യേക ക്രാഫ്റ്റാണെന്ന് തന്നെ പറയാം. കാരണം 2 ക്യാരക്ടേഴ്സിനെയാണല്ലോ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാറുള്ളത്. സാധാരണ ഒരേ ആക്ട് ചെയ്യുന്ന 2 ക്യാരക്ടർ, അങ്ങനെയുള്ള ഡബിൾ റോൾ എന്ന് പറയാം. അതുപോലെ തന്നെ ദിവ്യപ്രഭ അവരുടെ സ്ഥിരം ശൈലിയിൽ നിന്ന് മാറി ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് പെർഫോമൻസ് തന്നെ പറയാം. എനിക്ക് ആ ഡീകൺസ്ട്രക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് കൃഷ്ണന്തിനൊരു പ്രത്യേക കൈയ്യടി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ വിഷ്ണു അഗസ്ത്യ ഒരു പ്രത്യേക സ്വാഗ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അവർ രണ്ടുപേരും തകർത്തിട്ടുള്ളൊരു കോഡ് സീൻ ഉണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അത് ബാക്കി അഭിനേതാക്കളിലേക്ക് വരാം. അതിനുമുമ്പ് സെക്കൻഡ് ഹാഫിൽ ഈ കോഡ് സീനെ കുറിച്ച് ഒന്ന് പറയണം. ജഡ്ജി റജി അവതരിപ്പിക്കുന്നത് ഷിൻസ് ഷാനാണ്. പുള്ളിയുടെ അപ്പിയറൻസിനും ഒരു പ്രത്യേകത ഉണ്ട്. അതുപോലെ നിലപാടുകളും നർമ്മവും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു ഇൻട്രൊഗേഷൻ രീതിയൊക്കെ രസമായിട്ടുണ്ട്. മലയാള സിനിമയിൽ തന്നെ ഇങ്ങനൊരു കോഡ് സീൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. രജിഷയുടെ പെർഫോമൻസ് സമാനതകളില്ലാത്തതാണ്. കൃഷ്ണന്ത് തന്നെയാണ് സിനിമയുടെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് മീഡിയ മാർക്കറ്റിംഗിലെ സംഭാഷണത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യ രംഗങ്ങളിൽ കുറച്ച് സ്ലോനെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്ര സ്ലോ ഒന്നുമല്ല കേട്ടോ, ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ചെറുതായിട്ട്. പക്ഷേ പേസ് കൂട്ടി വരുമ്പോൾ അത് പുള്ളി പറയണ ഓർത്ത് വയ്ക്കാൻ പറ്റാതെ വീട്ടിലെത്തിയാലും കഥാപാത്രങ്ങളുടെ സന്ദർഭങ്ങളുടെയും അത് വീണ്ടും ഓർമ്മയിൽ 1 by 1 ആയിട്ട് വരും എന്നുള്ള അത് വളരെ കറക്റ്റാണ്. കാസ്റ്റിങ്ങിൻ്റെ കാര്യം മുഴുവൻ പറഞ്ഞില്ല. രജിഷയുടെയും ദിവ്യപ്രഭയുടെയും ഒപ്പം വേറെയും ഫീമെയിൽ ആർട്ടിസ്റ്റ്സ് ഉള്ളത്. അത് പ്രത്യേകിച്ച് പറയേണ്ടത് സലീം ഭായ് എന്ന ഇൻസ്റ്റയിലുള്ള സലീം നായകനിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. അസാധ്യ പ്രകടനമാണ്, ഭയങ്കര രസമുണ്ട്, വളരെ ക്യൂട്ടാണ്. അതുപോലെ ലോകയിൽ ഫെയിമായിട്ടുള്ള നമ്മൾ ഹൈടെക് സിനിമകളിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ആളാണ് ശാന്തിയുടെ പെർഫോമൻസ് ഉണ്ട്. ശാന്തി ഒരു 10 വർഷം മുമ്പെങ്കിലും എനിക്ക് പരിചയമുണ്ട്. അന്നേ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ലേണറാണ് ശാന്തി.
ഇനി പറയാനുള്ളത് കൃഷ്ണന്ത് യൂണിവേഴ്സ് ആക്ടേഴ്സിനെ കുറിച്ചാണ്. 4.5 സംഘം അല്ലെങ്കിൽ 4.5 ഗാങ്ങിലെ പ്രതിഭകളുണ്ടല്ലോ. രാഹുൽ രാജഗോപാൽ, നേരത്തെ പറഞ്ഞ ജഡ്ജ് ഷിൻഷാൻ, നിരഞ്ജ് മണിയമ്പിള്ള രാജു, ശ്രീനാഥ് ബാബു, ശംഭു, അനൂപ്, പീക്കു, നമ്മുടെ സച്ചിൻ ജോസഫ്, പുള്ളിയുടെ ഒരു കസരത്തൊക്കെ ഉണ്ട്, ജെയിൻ ആൻഡ്രൂസ് ഉണ്ട്, സേവിയർ, അവരൊക്കെ നല്ല രസമായിട്ടുണ്ട് അവരുടെ റോളൊക്കെ. പിന്നെ ജഗദീഷ് ഏട്ടൻ, നന്ദു, പിന്നെ സുരേഷ് കൃഷ്ണ, ഇവരൊക്കെ അവർ പിന്നെ പെർഫോമേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു സ്വാഭാവിക നർമ്മം കൊണ്ടുള്ള ആ ഒരു അവതരണം, ആ ഒരു സ്കിൽ പിന്നെ പറയണ്ടല്ലോ, ഗംഭീരമായിട്ടുണ്ട്. പ്രയാഗ് മുകുന്ദനാണ് ഇതിൻ്റെ ഒരു വളരെ കളർഫുള്ളായിട്ടുള്ള വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള വിഷ്വൽസ്. പിന്നെ വർക്കി ഹിയറിൻ്റെ മ്യൂസിക് മസ്തിഷ്കമായ ഒരു സ്റ്റൈലിഷ് മ്യൂസിക്കൽ എൻ്റർടൈനിങ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇതിനെ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ എൻ്റെ അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരു 15+ ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുപോയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് താഴെയാകുമ്പോൾ ചില ഡയലോഗ്സൊക്കെ അങ്ങനെ ഈ സാധാരണ ഈ കാലത്തുള്ള മലയാള സിനിമയിൽ കാണുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ. You will love it. Let's find the stories that we need to hear and make the path ahead feel bright and clear. Every voice can spark a brand new flame. On Media Mathamgi, we share the game. Inspiring journeys start with just one thought. See all the wonder that connection brought.